നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 164-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ പുകഴേന്തിയെക്കുറിച്ചിട്ടാണ്. കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും സ്ഥായിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. തിരുവനന്തപുരത്ത് ജനിച്ച അദ്ദേഹത്തെ അഭിനയമോഹവുമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ മദ്രാസിലെ, ഇന്നത്തെ ചെന്നൈയിലെ നൂകമ്പക്കം എന്ന സ്ഥലത്തെ ശ്രീ പുകഴേന്തിയുടെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നു. അദ്ദേഹവുമായി സംസാരിക്കുന്നു. ജനിച്ച മണ്ണിൻ്റെയും ജനിച്ച നാടിൻ്റെയും ജനിച്ച സ്ഥലത്തെയും കുറിച്ചൊക്കെ അദ്ദേഹത്തോട് ഒരു പകലിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ലക്ഷ്യം ആരോടെങ്കിലും പറഞ്ഞ് സിനിമയിൽ ഒരു ചാൻസ് വാങ്ങിച്ച് തരിക. അദ്ദേഹം വാതിൽക്കൽ വന്നു. ഞാനും അദ്ദേഹവുമായി ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആ വീട്ടുപടിക്കൽ നിന്ന് സംസാരിച്ചു. എന്തോ എങ്ങനെയോ എന്നറിയില്ല, ആ വാതിൽപ്പടിയിൽ നിന്ന് കുറേ നേരം സംസാരിച്ചപ്പോൾ നിസ്സംഗതയോടെ, നിർവികാരതയോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, ഫലം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ശ്രമിക്കാം. വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു. അദ്ദേഹത്തെ നോക്കി ഞാൻ കടന്നുപോയി. ആ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. 280ഓളം ചലച്ചിത്രങ്ങൾക്ക് ഗാനങ്ങളൊരുക്കിയ ഒരു വലിയ സംഗീത സംവിധായകൻ. മധുര പ്രതീക്ഷതൻ